കുടുംബത്തിലെ മൂത്ത പെൺകുട്ടി നിൽക്കുമ്പോൾ മറ്റ് സഹോദരങ്ങളുടെ വിവാഹം നടത്തുക എന്നത് നാട്ടുനടപ്പിന് എതിരാണ്. അത്തരം എഴുതപ്പെടാത്ത നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതി മുന്നോട്ടു പോകുന്നവരാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ കുടുംബം. സമൂഹം എന്തു ചിന്തിക്കും എന്നതിലുപരി കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിനാണ് എന്നും നടൻ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൂത്ത മകൾ നിൽക്കെ രണ്ടാമത്തെ മകൾ ദിയയുടെ വിവാഹം നടത്തിക്കൊടുത്തപ്പോൾ സമൂഹത്തെ ബോധിപ്പിക്കേണ്ട സാഹചര്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ചേച്ചി അഹാനയ്ക്ക് നിലവിൽ വിവാഹം കഴിക്കാൻ പ്ലാൻ ഇല്ലാത്തതിനാലാണ് താൻ ഓവർടേക്ക് ചെയ്യുന്നതെന്ന് വിവാഹത്തിന് മുന്നോടിയായി തന്നെ അഭിമുഖത്തിൽ ദിയ പറഞ്ഞിരുന്നു. 1.5 വർഷം മുമ്പായിരുന്നു ദിയയുടെ വിവാഹം. ഇത് താരപുത്രിക്ക് 9 മാസക്കാരനായ ഒരു മകനുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട റൂമറുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ വർഷം വിവാഹം കാണുമെന്ന സൂചന പലപ്പോഴായി KK ഫാമിലി അംഗങ്ങളും ബ്ലോഗിലൂടെയും മറ്റും നൽകിയിട്ടുമുണ്ട്. അതേസമയം അഹാനയും നിമിഷും ഇതിനോടകം വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞുവെന്നും അവർ ഇനി നടത്താൻ പോകുന്നത് താലികെട്ട് ചടങ്ങ് മാത്രമാണെന്നും ചിലർ പറയുന്നുണ്ട്. മുമ്പും സമാനമായ കമന്റ് അഹാന നിമിഷ് രവി ഫോട്ടോകൾ ഉൾപ്പെട്ട റീലിന് താഴെയും പ്രത്യക്ഷപ്പെട്ടു. ഇതാണിപ്പോൾ ചർച്ചയാകുന്നത്. ദിയയും ഔദ്യോഗികമായി വിവാഹിതയാകും മുമ്പ് ഒരു ക്ഷേത്രത്തിൽ വെച്ച് സ്വകാര്യമായി താലികെട്ട് ചടങ്ങ് നടത്തിയിരുന്നു. അത് വിവാഹശേഷമാണ് ദിയ പുറത്തുവിട്ടത്. KK ഫാമിലിക്ക് വ്ലോഗുകളിലൂടെയും മറ്റും പണം വരാനും അടുത്തിടെയുണ്ടായ വിവാദങ്ങൾ മൂലം നഷ്ടപ്പെട്ടു പോയ സബ്സ്ക്രൈബേഴ്സിനെ തിരിച്ചുപിടിക്കാനുമുള്ള സുവർണാവസരമാകും അഹാനയുടെ വിവാഹം. എല്ലാ കാര്യങ്ങളിലും വളരെ പ്ലാനിംഗ് ഉള്ളയാളാണ് അഹാന. അതിനാൽ തന്നെ വിവാഹം, പ്രണയകഥ എന്നിവയെല്ലാം എങ്ങനെയാകും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയെന്ന് അറിയാനും ആരാധകർക്ക് ആകാംക്ഷയുണ്ട്. നിമിഷിനെ പരിചയപ്പെടുത്തിയതും പ്രണയകഥ പറഞ്ഞതും ഒരു വ്ലോഗ് ഇതിനോടകം തന്നെ അഹാന റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. ഇതുവരെ പോസ്റ്റ് ചെയ്യാത്ത ഫോട്ടോകളും വീഡിയോകളും എല്ലാം അതിലുണ്ടാകാം. ഇരുവരുടെയും ദീർഘകാലമായുള്ള ബന്ധമാണല്ലോ. അതിനാൽ ഒരുപാട് ഓർമ്മകളും അവരുടെ കൈവശമുണ്ടാകും. ഇരുവരും ചേർന്ന് യൂറോപ്പിൻ്റെ പകുതിയോളം സഞ്ചരിച്ചിട്ടുമുണ്ട്. അഹാന സമയം കിട്ടുമ്പോഴൊക്കെ ഹൈദരാബാദിൽ നിമിഷിനൊപ്പം ചിലവഴിച്ചിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. ഇത്രയും യാത്രകളും ഒരുമിച്ചുള്ള സമയം ചെലവഴിച്ചതും കണക്കിലെടുത്താൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഒരാളുമായിട്ടും പ്രണയം എങ്ങനെ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു എന്നത് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. 2023-24 വരെ ഇവരുടെ ബന്ധത്തെക്കുറിച്ച് ഭൂരിഭാഗം ആൾക്കാരും അറിവുണ്ടായിരുന്നില്ല. ഫോട്ടോകളും വീഡിയോകളും ഒരുപാട് ഉണ്ടായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. നിരവധി വിദേശ യാത്രകളുടെയും ഓർമ്മകൾ ഉണ്ടാകും. ഹൈദരാബാദിൽ താമസിക്കുമ്പോൾ ട്രെയിനിങ്ങിനായി അഹാന പേഴ്സണൽ ട്രെയിനറെ അന്വേഷിച്ചത് ഓർമ്മയുണ്ട്. കൂടാതെ ഇതിനോടകം രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം ദിയയുടെ ബ്രൈഡൽ ഷവർ വ്ലോഗിൽ അഹാന ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എൻ്റെ ബേബി ഷവർ ആയേനെ എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. വിവാഹം കഴിഞ്ഞുവെന്ന് പറയാതെ പറയുന്നതായി തോന്നി. ഫ്ലാറ്റ് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഇരുവരും രജിസ്റ്റർ മാരേജ് ചെയ്യുന്നുവെന്നത് കേട്ടത്. ഹൗസിംഗ് ലോൺ ഭർത്താവും ഭാര്യയും എന്ന നിലയിൽ ഒരുമിച്ചെടുക്കാൻ വേണ്ടിയാകാം അത്തരത്തിൽ ചെയ്തത് എന്നാണ് ചിലർ റെഡിറ്റിൽ കുറിച്ചത്.